ഇന്ന് ഒരു ചെറിയ ടോപ്പിക്കാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലഗിൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഔട്ട്ബോർഡ് ഗിയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും സ്ഥിരമായിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാരിക്കൂട്ടുന്ന പരിപാടി. ഇപ്പോൾ പ്ലഗിൻസ് ആണെന്നുണ്ടെങ്കിൽ പുതിയ ഇറങ്ങുന്ന പ്ലഗിൻസ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ പുതിയ പ്ലഗിനിൽ ഇതുണ്ട്, അതുണ്ട്, പുതിയ ഫീച്ചറുകളുണ്ട്. അപ്പോൾ അതേമാതിരി DAW, ഇപ്പോൾ നമ്മൾ പുതിയ സോഫ്റ്റ്വെയറുകൾ, ഇപ്പോൾ Cubase 12 ഇറങ്ങി, അതിനകത്ത് ഇങ്ങനെയൊക്കെ ഫീച്ചറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വാട്ട്സ് ന്യൂ തന്നെ വീഡിയോ കണ്ടു നോക്കും. അപ്പോൾ അതിനകത്ത് ഇതൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ത്വര വരും, ഞാൻ Cubaseലേക്ക് മാറിയാലോ, അതിനകത്ത് ഈ ഫീച്ചറുണ്ട്, എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഈ ഒരു നമ്മൾക്ക് ഈ മനുഷ്യന്മാർക്കുള്ള ഒരു നോവൽറ്റീനോടുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ, അതാണ് ഈ പറയുന്ന സോഫ്റ്റ്വെയർ കമ്പനികളും കാര്യങ്ങളൊക്കെ വരും മാർക്കറ്റ് ചെയ്യാൻ അതുതന്നെ യൂസ് ചെയ്യണത്. അതുമാത്രമല്ല എല്ലാ പ്രോഡക്റ്റുകളും. പക്ഷേ ഈ നമുക്കുള്ള ഈ ഒരു പുതിയത് എന്നുള്ള ആ ഒരു ത്വര കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് പ്ലഗിൻസും ഒരുപാട് ഗിയറുകളൊക്കെ വാരിക്കൂട്ടും. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് പുതിയ സാധനം, പുതിയ മിക്സിൽ പുതിയ അത് യൂസ് ചെയ്യും, ഇത് യൂസ് ചെയ്യും. 2 ആഴ്ച കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും വരും. അപ്പോൾ ആ പ്ലഗിനും കാര്യങ്ങളും എടുത്ത് നോക്കുന്നുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് മിക്സിനകത്ത് ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഒരു ചറപറ പരിപാടി ഉണ്ടാകും. അപ്പോൾ അതിനെക്കൊണ്ട് എന്തൊക്കെയാണ് കുഴപ്പമെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ഒട്ടും ഫോക്കസ്ഡ് അല്ലാതെ നമുക്കൊരു എന്താ പറയുക, ഒരു വർക്ക് ഫ്ലോ സെറ്റാവില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ ചാടി കളിക്കും. ഇതിന് എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിപാടി എനിക്കും ഉണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ ഒരു സമയത്ത് ഇത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈവൻ സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ വരെ അങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വിച്ച് ചെയ്യുക മീൻസ് എല്ലാതും ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ ഉള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ലോജിക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ DAW അങ്ങനെ ട്രൈ ചെയ്യായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ പലതും ട്രൈ ചെയ്ത് നോക്കി, ഇത് അതിനകത്ത് ഇങ്ങനെ ഫീച്ചറുണ്ട്, ഇതിനകത്ത് ഇങ്ങനെ ഫീച്ചറുണ്ട്. അതേപോലെ തന്നെ പ്ലഗിൻസ് മെയിനായിട്ട്. ഇപ്പോൾ പ്ലഗിൻസ് ഞാൻ ഓരോന്നൊക്കെ അവിടെ ഇവിടെ കാണുന്നതും, ഓരോ പുതിയ കമ്പനീസൊക്കെ അറിയുമ്പോൾ അതിൻ്റെ പ്ലഗിൻസൊക്കെ എടുത്ത് നോക്കും. അതൊക്കെ എടുത്തിട്ട് മിക്സിയിലിട്ട് നോക്കും. അതേപോലെ ടെക്നിക്കുകൾ തന്നെ, ഇപ്പോൾ പ്ലഗിനും കാര്യങ്ങളും മാത്രമല്ല, ഇപ്പോൾ ടെക്നിക്കുകൾ, ഇപ്പോൾ ടോപ്പ് ഡൗൺ മിക്സിങ് പഠിച്ച സമയത്ത് ഞാൻ ടോപ്പ് ഡൗൺ മിക്സിങ് ട്രൈ ചെയ്ത് നോക്കും. അതിന് ശേഷം എന്തെങ്കിലും ഗെയിൻ സ്റ്റേജിങ്, വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ടെക്നിക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതെടുത്ത് ട്രൈ ചെയ്ത് നോക്കും. ഇങ്ങനെ ഒരു സ്ഥിരതല്ലാത്തൊരു കളികളിരുന്നു ആ സമയത്ത്. പക്ഷേ രണ്ടും പറയണമല്ലോ, അപ്പം അതിനെക്കൊണ്ട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് ടെക്നിക്കുകൾ പഠിച്ച്, പുതിയ പ്ലഗിൻസും പുതിയ DAW ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയാസ് അതിനെ കൊണ്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷേ അതിനെക്കൊണ്ട് വേറെ കുറേ ദോഷങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമുക്കൊരു സ്ഥിരം ഒരു സാധനം ഉണ്ടാവില്ല. അപ്പോൾ അത് ഇപ്പോൾ അടുത്തെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇങ്ങനെ PC കമ്പോണൻസ് യൂസ് ചെയ്യാമെന്ന്, PC കമ്പോണൻസ് എങ്ങനെ ചൂസ് ചെയ്യാമെന്നുള്ള. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലാപ്ടോപ്പ് അടിച്ചു പോയി. അപ്പോൾ ഞാൻ ഒരു ലോ പവേർഡ് ലാപ്ടോപ്പിൽ നിന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു 5, 6, 7, 8 മാസമായിട്ട്. അപ്പോൾ അതിന് മുമ്പ് അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു ലാപ്പായിരുന്നു ഈ ചത്തോയ ലാപ്പ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്ലഗിൻസുകൾ ഇങ്ങനെ വാരിക്കൂട്ടി ഒരുപാട് ചോയ്സുകൾ ഇങ്ങനെ ഇട്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു ബസ് കംപ്രസർ എന്നുള്ള ചോയ്സിന് തന്നെ എനിക്കൊരു എന്താ പറയുക, ഒരു 5ൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടാവും. അവിടെ EQയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, അനലോഗ് EQ അത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് പ്ലഗിൻസ് യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ലാപ്പ് പോയി ഈ ഒരു കുറച്ചും കൂടി ഒരു പവർ കുറഞ്ഞ ലാപ്പ് കിട്ടിയപ്പോൾ എന്ത് ചെയ്ത്, ഞാൻ അതിനകത്ത് മിക്സ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ട ബെയർ മിനിമം പ്ലഗിൻസ് മാത്രം അതിനകത്ത് കുത്തിക്കയറ്റി. കാരണം അതിനകത്ത് അധികം പറ്റൂല. അപ്പോൾ അതുമല്ല, ഒരു സെഷനിൽ തന്നെ ഞാനിങ്ങനെ വാരി വലിച്ച് പ്ലഗിൻസ് ഇടാനും പറ്റൂലായിരുന്നു. മറ്റേ ഞാൻ ഭയങ്കരമായിട്ട് പ്ലഗിൻ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഈ പുതിയ ലാപ്ടോപ്പിൽ ഈ ഇപ്പോൾ പവർ കുറഞ്ഞ ലാപ്പ് എന്ന് പറഞ്ഞ സാധനത്തിൽ എനിക്കധികം പ്ലഗിൻസ് യൂസ് ചെയ്യില്ല. അപ്പോഴത്തേക്കും എന്താ പറയുക, CPU ഓവർലോഡും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഭയങ്കര ബെയർ മിനിമമായിട്ട് ഞാൻ യൂസ് ചെയ്യൽ തുടങ്ങി. അപ്പം എന്താ
അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്യണ വർക്ക് ഭയങ്കര എന്താ പറയുക ഫോക്കസ്ഡായി. എന്ന് വെച്ചാൽ എനിക്ക് വല്ലാണ്ട് കൺഫ്യൂഷൻ കാര്യങ്ങൾ വരില്ല, വലിയ തപ്പൽ വരില്ല, ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് വരൽ തുടങ്ങി. ഇപ്പോൾ ഒരു മിക്സ് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഡ്രം ബസ് ഉണ്ടാക്കി ഞാൻ ഡ്രം ബസ്സിനെ കംപ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ എനിക്ക് ഏത് കംപ്രസർ യൂസ് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു 5-6 ഓപ്ഷനൊന്നുമില്ല. എനിക്ക് ആകെ 1-2 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ പാട്ടിനെ ഏതോ സ്യൂട്ടബിൾ അതെടുക്കും, ആ ഒരു ഫ്ലോ കണ്ടിന്യൂ ചെയ്യും പെട്ടെന്ന്. അപ്പം ഞാനത് അപ്പോൾ തിരിച്ചറിഞ്ഞില്ല, പിന്നെ ആലോചിച്ചപ്പോഴായിരുന്നു. അപ്പോൾ എന്താ നോട്ടീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സമയം തൊട്ടിട്ട് ഞാൻ ചെയ്ത മിക്സുകൾ ഭയങ്കര ഫാസ്റ്റ് ആവാൻ തുടങ്ങി. അതേമാതിരി പെട്ടെന്ന് എനിക്ക് വേണ്ട റിസൾട്ട് കിട്ടാൻ തുടങ്ങി ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ. അപ്പോൾ പ്ലഗിൻസും കാര്യങ്ങളും അത് നമ്മളൊരു ലിമിറ്റഡ് സെറ്റ്, ഞാൻ പറയണത് നിങ്ങൾ പുതിയതൊന്നും ട്രൈ ചെയ്യേണ്ട, എപ്പോഴും ഒരേ സാധനത്തിൽ പിടിച്ചിരിക്കണം എന്നൊന്നുമില്ല. ഞാനും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല. ഞാനിപ്പോൾ പുതിയ PC ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഈ പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആകെ വേണമെന്ന് തോന്നിയത് ഈ പറയുന്ന ബെയർ എസെൻഷ്യലായിട്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്യണ ആ പ്ലഗിൻസ് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്തുള്ളൂ. മറ്റേത് അത് ഞാൻ ചിലപ്പോൾ അതിന് യൂസ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ കുറേ വാരി വലിച്ച് കുത്തിക്കയറ്റും. അപ്പോഴാണ് ഈ കൺഫ്യൂഷനും, നമ്മളിങ്ങനെ തപ്പിയിരിക്കുക, ആ കംപ്രസർ വർക്ക് ചെയ്യണില്ല, ഞാൻ മറ്റേ ട്രൈ ചെയ്ത് നോക്കട്ടെ, SSL ട്രൈ ചെയ്ത് നോക്കട്ടെ, അല്ലെങ്കിൽ API അവിടെ APIൻ്റെ കംപ്രസർ ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോഴാണ് ഈ ഒരു നമ്മൾ ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പുതിയ ട്രൈ ചെയ്യണ്ടെന്ന് ഞാൻ പറയണില്ല, ഞാനും ട്രൈ ചെയ്യും എന്തായാലും. പക്ഷേ ട്രൈ ചെയ്യൽ തന്നെ ഒരു പണിയാക്കി എടുക്കണത് ശരിയാകും തോന്നുന്നില്ല. സോ ഇപ്പം എനിക്കൊരു സ്ഥിരം ഗോ ടു പ്ലഗിനും ഒരു വർക്ക് ഫ്ലോ ഉണ്ട്. പ്ലഗിൻ ചെയ്യുന്നങ്ങൾ അതല്ല ഞാൻ പറയുന്നത്, ഒരു സ്ഥിരം ഗോ ടു ഒരു വർക്ക് ഫ്ലോ ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന മിക്സുകളൊക്കെ എനിക്ക് പെട്ടെന്ന് വർക്ക് തീരണുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടും, കാരണം നമ്മളെ ജഡ്ജ്മെൻറ്റും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അപ്പോൾ വെറുതെ പ്ലഗിൻസ് വാരി കൂട്ടന് അതിന് പോസിറ്റീവ് ഉണ്ട്. ഞാൻ പറഞ്ഞ നേരത്തെ നമ്മൾക്ക് ഒരുപാട് നോളജും കാര്യങ്ങളും പുതിയ ടെക്നിക്കുകളും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ഒരുപാട് കിട്ടും. ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ഞാനും അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്ത് വന്നത്. ഓരോന്ന് ട്രൈ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ടെക്നിക്കുകളും ഇഷ്ടപ്പെട്ട പ്ലഗിൻസൊക്കെ തന്നെ ഇപ്പോൾ ബിൽഡ് ചെയ്തിട്ട് എൻ്റെ ഈ പറയുന്ന എസെൻഷ്യൽ ലിസ്റ്റിൽ വന്നു. പക്ഷേ ആ ഒരു ലിസ്റ്റ് ഉണ്ടായപ്പോൾ ഞാൻ ഇപ്പോൾ അതിനകത്ത് തന്നെ ഓൾമോസ്റ്റ് വെറുതെ എപ്പോഴും ചാടി കളിക്കാതെ അതിൽ തന്നെ ഹോൾഡ് ഓൺ ചെയ്യണതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. സോ ചോയ്സുകൾ കുറയ്ക്കുന്നത് ഒരു നല്ല കാര്യമാണ്. സോ അതിനെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. അത്രയേ ഉള്ളൂ. ശരി.